Hi friends, welcome to Aarthi's Kitchen and Vlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാര മീൻ കറിയാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ് ഈ പാര മീൻ കറിക്ക്. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോകാം. 3/4 കിലോ പാര മീൻ കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. ഫിഷിൻ്റെ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 7 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് കല്ലുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങ എടുത്തിട്ടുണ്ട്. 1 മുറിയാണ്, മീഡിയം സൈസ് തേങ്ങയുടെ 1 മുറി തേങ്ങ ചിരകി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സി ജാറിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സി ജാറിലോട്ട് പുളിയും ഉപ്പും ഒഴിച്ച് ബാക്കിയെല്ലാം ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടില്ലേ, അരപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ അരപ്പിനെയൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുത്ത് ഉപ്പും പുളിയും ചേർത്ത് കൊടുക്കാം. നമ്മുടെ അരപ്പിൻ്റെ കൂടെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ കറിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം അതനുസരിച്ച് വെള്ളം ചേർത്ത് ഉപ്പും പുളിയും നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉപ്പും പുളിയും ചേർത്ത് കൊടുത്ത് അരപ്പിനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിയാണിത്, ഇതൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുരിങ്ങയ്ക്കയും എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മീനിലോട്ട് ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരപ്പൊക്കെ മാറ്റി വെച്ചിരുന്നില്ലേ, അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം മീനിലോട്ട്. എന്നിട്ട് സ്റ്റൗ കത്തിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെക്കേണ്ട ആവശ്യമില്ല, തുറന്ന് വെച്ച് തന്നെ ഒരു 20 മിനിറ്റ് മീനിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കറിക്ക് കിട്ടുന്നത്. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം. അടിപൊളിയായിട്ട് നമ്മുടെ പാര മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.